അവരുണ്ടോ? ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ ഗൈസ്. ഞാൻ അന്ന് വീഡിയോ കാണിച്ച സ്പെയിൻ സ്പോട്ട് ഇട്ടാ. ഫിഷ് ഓൺ ഗൈസ്. സ്ട്രൈക്ക്. ഫിഷ് ഓൺ ഗൈസ്. എത്ര വലിപ്പുണ്ട്. എവിടെ മയിലിൻ്റെ തോല്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കേരള ബൈ ഫിഷിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മെയിനായിട്ട് ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാനാണ്. നമുക്കൊരു കിട്ടിലും ഫ്രോഗ് കിട്ടിയിട്ടുണ്ട്. കിട്ടില്ലെന്ന് വെച്ചാൽ കിണ്ണ സാധനം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് കൊടുക്കുന്ന കാശിൽ മൊത്തത്തിൽ സാധനം ദേ ബ്രാവോടെ ബേബി പാണ്ടാന്ന് പറഞ്ഞിട്ട് സീൻ സാധനമാണ്. ഓക്കെ, 5 സെൻറ്റിമീറ്ററാണ് വലിപ്പം വരുന്നത്. 8 ഗ്രാം വെയിറ്റ് ഉണ്ട് അതിന് കപ്പാസിറ്റി. അപ്പോൾ ജസ്റ്റ് പക്കാ നീറ്റാണ്. ഹുക്കിങ്ങും അതിൻ്റെ വരവൊക്കെ കാണണം കഴിച്ച്. നിങ്ങൾ എൻ്റെ 2 വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കാണുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് അറിയാം. കിട്ടിയില്ല റിസൾട്ടാണ്. എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രോഗാന്ന് പറയാനായിട്ടുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഓക്കെ, കണ്ടില്ലേ നല്ല കുഞ്ഞ സാധനം. സ്പിന്നർ വരുന്നുണ്ടില്ലേ, നല്ല എൽ ഷേപ്പ് സ്പിന്നേഴ്സാണ് വരുന്നത്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ 10-30 മീനപ്പോൾ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇതിനൊരു നോക്കിയാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ പോലും ഇല്ല. ഇഷ്ടം പോലെ പിടിച്ചത് ഞാൻ ഇതുമേ. ഓക്കെ, അപ്പോൾ സ്പിന്നേഴ്സ് വരുന്ന അടിപൊളി സ്പിന്നറാണ്. എൽ ഷേപ്പ്, നല്ല ബ്ലൂ എന്നുള്ള ശബ്ദം കേൾക്കാം. നല്ല ഹുക്കപ്പ് റേഷ്യോ ഒന്നും പറയണ്ട, പക്ക ഹുക്കപ്പ് റേഷ്യോയാണ്. കിണ്ണ സാധനം വെച്ചാൽ കിണ്ണ സാധനം. അടിക്കുന്ന മീനുകൾ ചെറിയ ഫ്രോഗാണ്. 8 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ളൂ, സോറി 5 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ എടുക്കുന്നതൊക്കെ വായയുടെ ഉള്ളിലേക്ക് തന്നെ എടുക്കും. മിക്കതും അണ്ണാക്കിക്ക് എടുക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ സ്പിന്നേഴ്സ് ഇവിടെ അതിൻ്റെ സിവിൽ വരുന്ന കാരണം നല്ല സുഖമാണ്. ഇങ്ങനെ എന്നായിട്ട് വരും. നല്ല അടിപൊളി റിസൾട്ടാണ്. പക്ക സാധനം. എടുത്തു നോക്കുക, റിസൾട്ടാണ്. വീഡിയോ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫോളോ ചെയ്തവരൊക്കെ ഫോളോ ചെയ്യുക, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമുക്കൊക്കെ വളരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അടിപൊളി ഇത് ഇങ്ങനത്തെ ഫ്രോഗുകളും അടിപൊളി വീഡിയോസൊക്കെ തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഫോളോ ചെയ്ത് കൂടിക്കോട്ടെ. നല്ല പ്ലേസാണ്. ശബ്ദമില്ലാതെ പോവുക, കാസ്റ്റ് ചെയ്യാൻ മീൻ ഉണ്ടെങ്കിൽ എടുക്കും. സ്ട്രൈക്ക്. ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. ഞാൻ പറഞ്ഞില്ലേ നല്ല പ്ലേസാണ്. ശബ്ദമില്ലാണ്ട് പോയി പറഞ്ഞാൽ മീനടിക്കുന്നത് എനിക്ക് കൺഫേം ആണ്. ഒരു ടിപ്പാണ് മാക്സിമം ഇങ്ങനത്തെ ടിപ്പുകളൊക്കെ പറയുന്നത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. മീനെ പിടിക്കുക, പക്ക റിസൾട്ടാണ്. ട്രൈ ചെയ്യുക, അടിപൊളിയാണ്. നോക്കി നോക്കില്ല. ഓട്ടന്മാരെ കണ്ടിട്ട് എന്താ കാര്യം, അവിടേക്ക് എറിയാൻ പറ്റുന്നുണ്ട്. കാട്ടിക്കാൻ പോവുക. ഓ, അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നറ കുഞ്ഞ. ഓലപ്പട്ട ചതിക്കുമല്ലോ. ഇതിൻ്റെ അടിയിൽ നിന്ന് അടിക്കും. കോഴി റോസ്റ്റ് അടിക്കുന്നുണ്ട് തന്നെ ഇപ്പം അമ്മ. ഇങ്ങനെ പോയി കുത്തണതാണ് പ്രശ്നം വരിക. അവരുണ്ടോ? ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. ചെറുതൊന്നല്ലടാ, ബേബി പണ്ട. നല്ല കുഞ്ഞ സൈസ് കണ്ട. കുഞ്ഞ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 300 ഗ്രാം ഉണ്ടാവണം. അത്ര തന്നെ, 300-350. അത്രയൊക്കെ തന്നെ, 300-350 കിട്ടാ. നേരെ പിടിക്കാൻ കേട്ടോ. ഈ സൈസുള്ള മീൻ അടിച്ചല്ല. എടുത്തുള്ള ഫ്രോഗ് കാണിച്ചു തരാം. ബ്രാവോടെ പാണ്ടാണ്. ബേബി പാണ്ട കേട്ടാ. നല്ല അടിപൊളി റബ്ബർ ക്വാളിറ്റിയാണ്. നല്ല പക്ക റിസൾട്ടാണ്. എടുത്ത വേർത്ത് സാധനമാണ്, പക്ക സാധനം. ചേട്ടാ മീനൊന്നും കാണിച്ചു തരാം.
ഇങ്ങനെയുണ്ട അടിപ്പ സാധനം. ഞാൻ ഒന്ന് പേടിച്ചിട്ടാ. എൻ്റെ പകുതി ജീവൻ. കണ്ടുണ്ട് അടിച്ചോ. ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. ആ സൈസൊക്കെ സെയിം തന്നെ. സെക്കൻഡ് വൺ ഗൈസ്. ഓണല്ലേ? അതെ, സെയിം സൈസ് സാധനങ്ങൾ കേട്ടോ, രണ്ടെണ്ണം. എടുത്ത ഫ്രോക്ക് കാണിച്ചരാ. നമുക്ക് അടിക്കൂടാ, വൃത്തിയായിട്ട് സ്വഭാവടാ. ഓക്കെ, ഇരിക്കണണ്ട. ബ്രാവോടെ ഫ്രോക്കാണ് കേട്ടോ. ഓക്കെ, ബേബി പാണ്ട കിണ്ണ സാധനമാണ്, കണ്ടില്ലേ? സെറ്റ് താഴത്തേക്ക്. ഗൈസ്, ഞാൻ അന്ന് വീഡിയോ കാണിച്ച സ്പെയിൻ സ്പോട്ട് കേട്ടോ. ഫിഷ് ഓൺ ഗൈസ്. ഇപ്രാവശ്യം ഹുക്കായി ഗൈസ്. ആ കുഴപ്പമില്ല. ആ ഇത് കുറച്ച് ചെറുതാ. ആ വലിപ്പൊക്കെ ഒരേപോലെ തന്നെ. കണ്ണും കയറി. നല്ല പല്ലുണ്ട് കേട്ടോ അവന്. കടിക്കിട്ടോ അവന്. ഇതാട്ടാ സെയിം സൈസ് സാധനം എടുത്തണ്ട. ബ്രാവോ ബേബി പാണ്ടായ്മട്ടാ. സെറ്റ് സാധനം. സെയിം സ്പോട്ട് കണ്ട. ആ സെയിം സ്പോട്ട് ഞാൻ അന്ന് ടിപ്പ് വന്ന സെയിം സ്പോട്ടിൽ തന്നെ ഞാൻ അടിച്ചത്. കൈ പൊളിച്ചടാ, കൈ പൊളിച്ച് ഗൈസ്. ഇങ്ങനെ പിടിക്കരുത്, കണ്ടില്ലേ? ഇങ്ങനെ ചോര വരും. അപ്പോൾ ഗ്രിപ്പർ ഇട്ട് യൂസ് ചെയ്യുക. ഗ്രിപ്പർ ഞാൻ കവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് കാരണമാണ്. കണ്ടില്ലേ? ഇല്ലെങ്കിൽ കണ്ട ഈ കൈമ പിടിച്ച് ഇങ്ങനെ പാടാ. ഇതുപോലെ ചോര വരും. സീല ഗൈസ്, ചൂണ്ടാൻ വന്നതാണ്. ഒരു കിട്ടിലും കഴിച്ചത്. ഞാൻ പെട്ടെന്ന് അവിടെ വന്നൊരു കാസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ കാടിൻ്റെ നിന്നൊരു മയില് പറന്നുപോയി. ഓക്കെ, അപ്പോൾ ഞാൻ പേടിച്ചു. ഫസ്റ്റ് ടൈം വന്ന കണ്ടപ്പോൾ പേടിച്ചു. പക്ഷേ ഞാൻ സീൻ കാണിച്ചു തരാം. അത് മുട്ടട്ടിരിക്കുകയായിരുന്നു ഗൈസ്. കാണിച്ചു തരാം കേട്ടോ. വേണ്ട അയ്യോ, പട്ടിപ്പോടാ. വേണ്ട മയിലിൻ്റെ മുട്ട 3 വണ്ട വലിപ്പുണ്ട് കേട്ടോ. ഞാൻ തൊടാനും പിടിക്കാനൊന്നും നിൽക്കണില്ല. എനിക്ക് ഇത്ര വലിപ്പുണ്ട്. എവിടെ മയിലിൻ്റെ തോല്? ആ അതെ, കണ്ടില്ലേ? 3 ഇത്ര വലിപ്പുണ്ട് കണ്ട. ഇത്ര വലിപ്പുണ്ട് മുട്ട. മയിലിതാ ആ ഇലയുടെ എവിടേക്കുണ്ട്, മരത്തിൻ്റെ എവിടേക്കുണ്ട് പറന്നുപോയി. കുറച്ച് കഴിഞ്ഞ് വരുമായിരിക്കും. കണ്ടില്ലേ? 3 മുട്ട ഉണ്ട്. നൈസ് സാധനം. ചൂണ്ടാൻ വന്നതാണ്. ആ സ്പോട്ടിൽ വെച്ച് കണ്ട സംഭവമാണ്. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണില്ല, അവിടെ തന്നെ വെക്കുകയാണ്. അത് വിരിഞ്ഞ് പോകണമെങ്കിൽ പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, നമ്മൾ അതിനൊന്നും ഡിസ്റ്റർബ് ചെയ്യരുത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് നടക്കുന്ന സംഭവം. നമ്മൾ കണ്ടപ്പോൾ നിങ്ങളും കൂടി കാണിക്കണം എന്ന് തോന്നി, അപ്പോൾ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ തന്നെ സബ് ചെയ്യുക. മാക്സിമം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.